ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ്. ഞങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു. നിങ്ങളും അതുപോലെ സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ കുറച്ച് വ്ളോഗും കാര്യങ്ങളെ ഉണ്ടാകാറുള്ളൂ പതിവ് പോലെ തന്നെ. രാവിലെ തന്നെ പള്ളിയിലോട്ട് പോയി പള്ളിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ATMിലോട്ട് പോയി കേട്ടോ. ഒന്ന് ബാങ്ക് പാസ്ബുക്ക് പതിക്കാനുണ്ടായിരുന്നു കുടുംബശ്രീയുടെ. അതും പതിച്ചതിന് ശേഷം നേരെ ചിക്കൻ എടുക്കാനായിട്ട് വന്നിട്ട്. അപ്പോൾ കുറേ നാളായി ചിക്കൻ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ പതിവായിട്ട് ബീഫാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ചിക്കൻ എടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ എടുക്കുന്ന സമയത്താണ് എനിക്ക് ഡയറ്റിങ്ങിൻ്റെ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഗ്ഗാണ് കഴിക്കേണ്ടത്. അപ്പോൾ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് അത് എടുക്കാനും കഴിക്കാനും പറ്റാത്തതുകൊണ്ട് 2 റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചു. അപ്പോൾ വീട്ടിലത്തേക്കും വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടു. അപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നട്ട്സ് കഴിക്കണം ഏതെങ്കിലും ഒരു ടൈമിൽ. അപ്പോൾ നട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് വന്നു കേട്ടോ. പനങ്ങോട് തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ബേക്കറി ഉണ്ട്. അവിടെ നട്ട്സും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നോട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ധാരാളമായിട്ടും വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളമാണ് അധികമായിട്ടും കുടിക്കേണ്ടത്. അതിനൊരു ടൈമുണ്ട്. രാവിലെ 8:30 മണിക്ക് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത് കേട്ടോ. രാത്രി ഒരു 7:30 ആകുമ്പോൾ വെള്ളം കുടിച്ച് നിർത്തണം. അതിനുശേഷം ഫുള്ള് ഫാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കുടിക്കാനും പാടില്ല. വീട്ടിൽ 9:30 മണിയായപ്പോൾ വന്നു കേട്ടോ. അപ്പോൾ 9 മണിക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്ത 9:30 മണിക്കാണ് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളത് അടുത്തത്. പിന്നെ വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ടുള്ള വെള്ളം കുടിയാണ് കേട്ടോ. ഇപ്പോൾ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ എപ്പോഴും വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ഇന്നൊരു ദിവസം എനിക്ക് ഇച്ചിരി വയ്യായികയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത് ജോലി തീർത്ത് ചേട്ടനുള്ള ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനും ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. അതും ചേട്ടന് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള ജോലിയിലും തിരക്കിലും ഒക്കെ ഇടുന്നു. അപ്പോൾ ഞാൻ നട്ട്സ് വാങ്ങിക്കൊണ്ട് വന്നത് ഒരു കുഞ്ഞു ടിന്നിലോട്ടെടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസൊന്നും ഞാനിപ്പോൾ സ്പീഡിനിടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ്. പൊതുവേ ഞായറാഴ്ചത്തെ അങ്ങനെ അധികം വീഡിയോസൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ടൈം കൂട്ടിയിട്ടാൽ പോലും ഒരുപാട് ചെറിയൊരു വീഡിയോസ് ആയിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സ്പീഡിന് വെക്കാതെ ആ വീഡിയോ അങ്ങനെ തന്നെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇനി സ്പീഡിനാക്കി വെച്ചാൽ ഒട്ടും വീഡിയോ ഇല്ലാത്തതായിപ്പോവും. ഒരു 5 മിനിറ്റ് പോലും കാണത്തില്ല. ആ രീതിയിലായിപ്പോകും കേട്ടോ. പിന്നെ എൽസുവിനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൽസുവിനെ ഞാൻ ഡെയിലി വിളിക്കും കേട്ടോ. അവളെ ഞാൻ അങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ കാണിക്കാത്തതാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ഉടനെ അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കണം. പിന്നെ അവൾ അത് ഫോണും കൊണ്ട് നടക്കും. പിന്നെ എപ്പോഴും അവിടെ ആ ഒരു മുട്ടത്തല മാത്രമേ കാണത്തുള്ളൂ ഫോണിൽ. അതാണ് ഞാൻ അങ്ങനെ അവളധികം കാണിക്കാത്തത്. പിന്നെ പിന്നീട് ഞാൻ വീട്ടിലോട്ട് വിളിച്ചു കേട്ടോ. എബിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൽസുവും മിക്കും ഒക്കെ ഉണ്ട്. മിക്കു തൊട്ടടുത്ത് കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ. പള്ളിയിൽ കിടന്ന് അവൻ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അഞ്ചു പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു അവനെ ഉറക്കി. അങ്ങനെ അവൻ നല്ല ഉറക്കമാണ്. അതുപോലെ തന്നെ മിലു നല്ല സുന്ദരിയായിട്ട് കിടന്ന് കളിപ്പുണ്ടായിരുന്നു കേട്ടോ. അവൾ നല്ലതുപോലെ കളിച്ച് അങ്ങനെ കിടക്കുവാണ്. നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അത് ആരെന്നൊന്നും അവൾക്ക് അറിയില്ല. എങ്കിൽ പോലും അവൾ എപ്പോഴും നല്ല ചിരിച്ച് നല്ല സന്തോഷവതിയായിട്ട് നമ്മളടുത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അവളുടേതായിട്ടുള്ള രീതിയിൽ അവൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഉള്ള സന്തോഷം ഒന്ന് വേറെയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും വീട്ടിലോട്ട് പോകാനും ഇവരെ എടുക്കാനൊക്കെ തോന്നാറുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എന്തായാലും താമസിക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് നിന്നാണ് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ ചേട്ടന് പച്ചക്കറി അരിയാനൊക്കെ ഉള്ള ജോലിയാണ് കൊടുത്തത്. ഞാനും കറിയൊക്കെ വെക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ നമുക്ക് അടുക്കളയിൽ തന്നെ ഞാൻ അതിൻ്റെ മുട്ടയുടെ ഒരു ഇതുണ്ട്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് തന്നെ മുട്ട സൂക്ഷിക്കുന്ന ഒരു സംഭവമാണല്ലോ. അത് ഞാൻ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട ഫ്രിഡ്ജിനകത്തിരിക്കുമ്പോഴത്തേക്ക് എടുക്കാനും മറന്നു. ഇപ്പോൾ എന്തായാലും ഡെയിലി കഴിക്കുന്നത് കൊണ്ട് തന്നെ മുട്ട പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സാധനം കൂടെയാണ് മുട്ട. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വന്ന ഉടൻ തന്നെ അതെടുത്ത് അടുക്കളയിൽ തന്നെ ഒരു സ്റ്റാൻഡിൽ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആഹാരത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. അരി വർഗ്ഗങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഡയറ്റ് പ്ലാൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. നമ്മുടെ വെയിറ്റ് എല്ലാം അയച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് അവർ നമുക്ക് ഡയറ്റ് പ്ലാൻ ചെയ്ത് തരുന്നത്. നമ്മളെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഡയറ്റിൻ്റെ ഒരു പ്ലാൻ ചെയ്ത് തരുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ എല്ലാ ജോലിയും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ജോലിയും തീർത്തതിന് ശേഷം പാത്രം കഴുകാനായിട്ട് നിന്നു.
പാത്രമെല്ലാം കഴുകി പിന്നെ ഇന്ന് കുടുംബശ്രീക്ക് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞായറാഴ്ച ദിവസം തന്നെ ഉണ്ട്, പക്ഷേ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റാതെയും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മുട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ആയിരുന്നു മുട്ട കഴിക്കേണ്ടത്, അപ്പോൾ രാവിലെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉച്ചത്തെ ലഞ്ച് മുട്ടയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ദിവസം 3 മുട്ടയാണ് കഴിക്കേണ്ടത്. അത് നമുക്ക് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം നമുക്കത് വെച്ച് കഴിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കിപ്പോൾ നമ്മൾ ദോശയാണ് കഴിക്കുന്നത്, ദോശയുടെ കൂടെ മുട്ട അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ല. ഇപ്പോൾ മുട്ട കഴിക്കുമ്പോൾ അത് ആ ഒരു ഐറ്റം തന്നെ ആ ഒരു നേരം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 3 മുട്ട എടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അവിയലുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടന് കഴിക്കാൻ വേണ്ടി തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ തോരൻ ഇന്നലെ അധികമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ വെച്ച ഉടൻ തന്നെ കുറച്ച് നേരം എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ അശ്വിനിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നമ്മളെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു, ചായയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് തിന്നെടുത്ത് കഴിച്ചു. കഴിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഇനി ഫുഡ് കഴിക്കാത്തത് കൊണ്ടായിരിക്കും. കാരണം നമ്മൾ നോർമലായിട്ട് എപ്പോഴും ഒരേ രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് വെച്ചിട്ട് ആ ഒരു ഫുഡിൻ്റെ ഒരു അളവോ നമ്മൾ കഴിക്കുന്നതിൻ്റെ ആ ഒരു സംഭവം മാറിപ്പോകും, നമുക്ക് പെട്ടെന്ന് ഒരു തലവേദന വരും. അങ്ങനെ ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ബീന വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിച്ചു. എന്നിട്ടും എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ഗുളിക എടുത്ത് അത് ഞാൻ കഴിച്ചില്ല, അവരുടെ അടുത്ത് തിരക്കിയതിന് ശേഷം. അതായത് നമുക്ക് ഓരോ ഡയറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോരോ ആൾക്കാർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടോ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ വിളിച്ച് വെച്ചപ്പോൾ കുഴപ്പമില്ല, ഒരു ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായില്ല, പകുതിയാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവരുടെ കൂടെ തന്നെ ഇരുന്നു. പിന്നീട് നമ്മൾ അശ്വിനിക്കും മാളൂനും വാങ്ങിച്ച ബാഗും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ അവർക്ക് ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് 2 പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അശ്വിനി എവിടെ പോയാലും ഈ ഒരു ബാഗാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ 2 പേർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞത് തന്നെ വലിയ സന്തോഷം. പിന്നെ അതിനുള്ളതായിരുന്നു കേട്ടോ, ഇത് നമ്മുടെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കമ്മിറ്റിക്കായിട്ട് വന്നതുകൊണ്ട് തന്നെ അതും ഒക്കെ കൊടുത്താണ് വിട്ടത് കേട്ടോ. അപ്പോൾ സൺഡേ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ എടുത്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ എൽസുവിനെയും വീട്ടിലും ഒക്കെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.